എവ്രിവൺ, ഇന്ന് എംറാൾ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടി സെഗ്മെന്റ് ആണ്. അതായത് ഈ ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഇനിയുള്ള ദിവസങ്ങളിൽ ആർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് മിസ്സസ് ഇന്ത്യയൊക്കെ പോകുന്ന സമയം മുതലേ തന്നെ ഞാൻ ഏറ്റവും അധികം എന്താ പറയുന്നത് ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ശ്രദ്ധിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുറെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മളിപ്പോ ബ്യൂട്ടി എൻഹാൻസ് ചെയ്യാനായിട്ടുള്ള പ്രൊഡക്ട്സ്, ഇപ്പൊ ഹെയർ കെയറിന്റെയോ അല്ലെങ്കിൽ ഫേസിന്റെയോ ഒക്കെ പ്രൊഡക്ട്സ് കടയിൽ പോയി വാങ്ങിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബ്രാൻഡുകൾ അത് സെല് ചെയ്യുന്നത് നമുക്ക് അത്ര അങ്ങോട്ട് അഫോർഡബിൾ അല്ല. കാരണം നമ്മൾ വളരെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വരുമ്പോൾ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു നല്ലൊരു ലിപ്സ്റ്റിക്, നല്ലൊരു ബ്രാൻഡഡ് ലിപ്സ്റ്റിക്, ഞാൻ യൂസ് ചെയ്യുന്ന റെനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ലിപ്സ്റ്റിക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം അറൌണ്ട് 700 rupees. അപ്പോൾ 800 രൂപ കൊടുത്തത് വാങ്ങിക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ ഇപ്പൊ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഒരു ഫേസ് സ്ക്രബോ അവിടെ നല്ലവണ്ണം കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും അയ്യോ അതിപ്പോ വേണ്ട, പിന്നെ വന്ന് വാങ്ങിക്കാമെന്ന്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, പണ്ട് ഞാൻ ഏറ്റവും അധികം വായിച്ചിരുന്ന ഒരു ബുക്കാണ് വനിത എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഇപ്പോഴും വളരെ നല്ലൊരു ബുക്ക് തന്നെയാണ്, വനിതകളുടെ സുഹൃത്തും വഴികാട്ടിയും എന്നൊക്കെ പറയാറില്ലേ. അപ്പൊ അതുപോലെയായിരുന്നു എനിക്ക് വനിത ചെറിയ സമയം മുതലേ. അപ്പൊ അതിലെപ്പോഴും ഹോം റെമഡീസ് എന്ന് പറഞ്ഞിട്ട് കാണാറുണ്ട്. അപ്പൊ ഈ ഹോം റെമഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നല്ലതായിട്ട് ഇരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഹെഡ്ലൈൻസ് ഒക്കെ കാണും. അതെല്ലാം ഞാൻ എടുത്ത് അതിൽ നല്ല ഇഷ്ടപ്പെട്ടുള്ള പേജസ് ഒക്കെ കീറി വെച്ച് പിന്നീട് വീട്ടിലത് പരീക്ഷിച്ച് നോക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ഒരു 7th സ്റ്റാൻഡേർഡ് മുതലൊക്കെ തന്നെ അങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അതിൽ കുറെ എണ്ണം നല്ല റിസൾട്ടും കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കുഞ്ഞൊരു പരീക്ഷണമാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞാനിപ്പോ എടുത്തിരിക്കുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെയുള്ള റൈസ് അല്ലെങ്കിൽ അരിപ്പൊടി എന്ന് പറയും, റൈസ് ഫ്ലോർ എന്നൊക്കെ പറയുന്ന സാധനമാണ്. സാധാരണ നമ്മൾ രാവിലെയൊക്കെ നമ്മൾ പുട്ടുണ്ടാക്കുമല്ലോ ബ്രേക്ക്ഫാസ്റ്റിന്, അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന ആ പൊടിയാണ്, തരിയുള്ള പൊടിയാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നമ്മുടെ നാച്ചുറലി കിട്ടുന്ന തേനാണ്, ഹണി എന്ന് പറയില്ലേ. അപ്പൊ അത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒറിജിനൽ തേൻ തന്നെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് വെള്ളം. ഇത്രയും 3 കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു നാച്ചുറൽ സ്ക്രബ് എഫക്ട് കൊണ്ടുവരാൻ പറ്റും. കാരണം നമ്മൾ യൂഷ്വലി നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ നോക്കുകയാണെങ്കിൽ മുഖത്തൊക്കെ ഉണ്ടാവുന്ന കുറെ അധികം സ്കിന്നുണ്ട്. ആ സ്കിന്നിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ മുഖത്തിങ്ങനെ ഈ പറഞ്ഞ പോലെ അതിന് സ്കിൻ ഇങ്ങനെ, ചിലവരുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ അത് പൊളിഞ്ഞു വരുന്ന പോലെ ഉണ്ടാവും, അല്ലെങ്കിൽ ഓയിലി സ്കിൻ ആണെങ്കിലും അതിൽ ഓയിൽ കണ്ടന്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു ഈവൻ ടോൺ ആയിട്ട് നിലനിർത്തണം നമുക്ക്. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഒരു സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് ഒരു നല്ല സ്ക്രബ്, നമുക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല ബ്രാൻഡുകളുണ്ട്. ഞാൻ ഇനി വരുന്ന എപ്പിസോഡ്സിൽ നല്ല ബ്രാൻഡും അഫോർഡബിൾ ആയിട്ട് ഇതൊക്കെ വാങ്ങിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. പക്ഷെ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് വെച്ചാൽ ഇത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവും. എന്തായാലും ഒരു വീട്ടില് ഈ പറഞ്ഞ അരിപ്പൊടി കാണും, പറഞ്ഞ പോലെ കുറച്ച് തേൻ ഇനി ഇല്ലെങ്കിലും വാങ്ങിക്കാൻ പറ്റും, വെള്ളം പിന്നെ എല്ലാവരുടെ അടുത്തുണ്ടാവും. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ആദ്യം ആഡ് ചെയ്യേണ്ടത് ഈ അരിപ്പൊടി ഒന്ന് കുതിർത്താൻ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും അളവ് തന്നെ, ഈ വെള്ളത്തിന്റെ സെയിം മെഷർമെന്റ് തന്നെയാണ് ഹണിയും ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക കൃത്യമായിട്ട്. കൈ വെച്ചൊക്കെ ചെയ്താൽ മതി, അതിന് വേണ്ടി പ്രത്യേകിച്ച് പ്രൊസീജിയർ ഒന്നും ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്കൊരു ഈവൻ ടെക്സ്ചർ കിട്ടും. ഇത് ആക്ച്വലി സ്കിന്നിന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും അതുപോലെ സ്കിന്നിന് ഒരു ഗ്ലോയിങ് ഇഫക്റ്റ് കൊടുക്കാനും ഒരു ബെസ്റ്റ് ഒരു റെമഡിയാണ്. ഇത് നമുക്ക് എല്ലാ ദിവസവും എന്താ പറയുന്നത്, മുഖം വാഷ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ചേഞ്ച് അറിയാൻ പറ്റും. ഞാനിപ്പോ മുഖത്ത് ഞാൻ ഓൾറെഡി ഒരു ബേസിക് മേക്കപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല. പക്ഷെ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ പ്രൊഡക്ട്സിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി ചെയ്യേണ്ടത് കയ്യിലാണ് ഇതൊക്കെ അപ്ലൈ ചെയ്തത്. ഇപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പോവുകയാണെങ്കിലും, നമ്മൾ ലിപ്സ്റ്റിക് ആണെങ്കിലും അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണെങ്കിലും ട്രയൽ ചെയ്യേണ്ടത് ഒന്നല്ലെങ്കിൽ ഈ റിസ്റ്റ് ഏരിയയില് അല്ലെങ്കിൽ കൈയിന്റെ ഈ പുറത്താണ്. നമുക്ക് നമ്മുടെ സ്കിന്നിന് ഈ പ്രൊഡക്റ്റ് ചേരുന്നുണ്ടോ, അലർജി ഉണ്ടോ, ചിലവർക്ക് ഇപ്പൊ തൈരൊക്കെ മുഖത്ത് പരട്ടുമ്പോൾ നല്ല ചൊറിച്ചിൽ പോലെയൊക്കെ വരണം. അപ്പൊ അത് അങ്ങനെ ഉണ്ടോ ഇല്ലേന്ന് അറിയണമെങ്കിൽ കയ്യിൽ ആദ്യം അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ജസ്റ്റ് ഈ സാധനം തന്നെ കയ്യിൽ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കാണിക്കുകയാണ്. ജസ്റ്റ് ഇതുപോലെ ഒന്ന് റബ്ബ് ചെയ്ത്, ഇത് ഫേസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സർക്കുലർ മോഷനിൽ ഒരു മസാജ് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു
15 to 20 minutes നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിന് ശരിക്കും നിങ്ങൾക്ക് ആ ഗ്ലോ അറിയാൻ പറ്റും. ആക്ച്വലി സ്പീക്കിംഗ് ഒരു 2 months ഒക്കെ ഇത് റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സ്കിൻ ടോൺ മാറുക എന്നുള്ളതല്ല, പക്ഷെ സ്കിന്നിന് ടെക്സ്ചർ ഈവൻ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എന്തായാലും ഇത് ഞാനിപ്പോ കയ്യിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു എന്താ പറയാ, ഇപ്പൊ റിസൾട്ട് അറിയാന്നുള്ളതല്ല, മറിച്ച് എനിക്ക് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ കമന്റ് ബോക്സിൽ വന്നിട്ട് ലൈവ് ആക്കണം ഈ ഒരു സംഭവം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ സ്ക്രബിന്റെ ഹോം റെമഡി നിങ്ങളുടെ വീട്ടിൽ പോയി പരീക്ഷിച്ചിട്ട് റിസൾട്ട് ഉള്ളവരൊക്കെ കമന്റ് സെക്ഷനിൽ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. അത് കൂടാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞു തരുന്ന ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ എല്ലാവർക്കും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എന്തായാലും നമ്മുടെ എമറോണ്ടിനെ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്